ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്റെ ഭാര്യ നിഷ മത്സരിക്കുന്നുവെന്ന പ്രചാരണം കേരള യാത്രയുടെ വിജയം തിരിച്ചറിഞ്ഞ് ചിലർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമാണെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി മലയാളി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. രാഷ്ട്രീയ മോഹവുമായല്ല നിഷ പൊതുപ്രവർത്തനം നടത്തുന്നതെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. ഇത് കേരള യാത്രയ്ക്ക് ശേഷം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. എന്റെ ഭാര്യ ഒരിക്കലും മത്സരിക്കില്ല. അവർ വിവാഹത്തിന് മുമ്പേ പൊതുപ്രവർത്തനം തുടങ്ങിയതാണ്. ക്യാൻസർ രോഗികളുടെ പുനരധിവാസവും മറ്റും കോളേജ് പഠനകാലത്തെ നിഷ തുടങ്ങിയതാണ്. ഈ പൊതുപ്രവർത്തനം കാരണം സ്ഥാനാർത്ഥിയാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടാകാം. എന്നാൽ കേരള യാത്രയ്ക്ക് മുമ്പുള്ള പ്രചരണം ഗൂഢാലോചനയാണ്. ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. കോട്ടയം സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ലെന്നും ജോസ് കെ മാണി വിശദീകരിച്ചു. പൊതുപ്രവർത്തനത്തിൽ ഭാര്യ സജീവമായി തുടരുമെന്നും ജോസ് കെ മാണി പറയുന്നു. താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് നിഷ തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്നു. എന്നിട്ടും പ്രചരണം നടത്തുന്നത് ദുഷ്ടലാക്കോടെയാണെന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. കോട്ടയത്തെ പ്രതിനിധീകരിച്ചുള്ള ജോസ് കെ മാണി രാജ്യസഭാ അംഗമായതോടെയാണ് നേതാക്കൾ സീറ്റിനായി കരുക്കൾ നീക്കി തുടങ്ങിയത്. എന്നാൽ സീറ്റ് മാണി കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കേരള കോൺഗ്രസിലെ 15ഓളം നേതാക്കളാണ് കോട്ടയം ലോക്സഭാ സീറ്റിനായി കരുക്കൾ നീക്കിയത്. ഈ സാഹചര്യത്തിലാണ് നിഷയുടെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയായത്. ജോസ് കെ മാണി MP നയിക്കുന്ന കേരള യാത്ര 24-ന് കാസർഗോഡ് തുടങ്ങും. 14 ജില്ലകളിലായി 100-ലേറെ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കർഷകരക്ഷ, മതനിരപേക്ഷ ഭാരതം, പുതിയ കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് യാത്ര. 24-ന് 11 മണിക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. പാർട്ടി ചെയർമാൻ KM മാണി അധ്യക്ഷനാകും. പാർട്ടി വർക്കിംഗ് ചെയർമാൻ PK ജോസഫ് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറും. ഇതിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് കോട്ടയത്ത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ സ്ഥാനാർത്ഥിയാകുമെന്ന് വാർത്തകളെത്തിയത്. ഇതിനു പിന്നിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണെന്നാണ് ജോസ് കെ മാണി വിശദീകരിക്കുന്നത്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് തന്നെ നൽകുമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാനും വിശദീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള കോട്ടയം സീറ്റിന് പുറമെ ഇടുക്കി സീറ്റും വേണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യത്തിന് UDF ചെയർമാൻ ബെന്നി ബെഹാൻ തുടക്കത്തിലെ തടയിട്ടു. കോട്ടയം ഒഴികെയുള്ള മറ്റൊരു സീറ്റും കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന കാര്യം ആലോചനയിലില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കോട്ടയം MP ആയിരുന്ന ജോസ് കെ മാണി രാജ്യസഭാ MP ആയതോടെ അവിടെ നിന്ന് മറ്റാരെങ്കിലും മത്സരിക്കും. അതിനൊപ്പമാണ് ഇടുക്കി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. കോട്ടയം സീറ്റ് വെച്ച് മാറാതെ ഇടുക്കി സീറ്റ് നൽകണമെന്നാണ് ജോസ് കെ മാണി ആവശ്യപ്പെട്ടത്. ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ പരിഗണിച്ചിട്ടുണ്ടെന്ന് UDF ചെയർമാൻ പറഞ്ഞു. സീറ്റ് വിഭജനം നടക്കുമ്പോൾ മുന്നണിയിൽ അടിയുണ്ടാകില്ലെന്നതാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോട്ടയം സീറ്റിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ടെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ജോസ് കെ മാണി ഇടുക്കി സീറ്റിനായി മുന്നോട്ട് വന്നത്. AICC ജനറൽ സെക്രട്ടറിയായ ഉമ്മൻചാണ്ടിക്ക് ആന്ധ്രയുടെ ചുമതലയുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.